കത്തോലിക്ക സഭയുടെ മതിബോധന ഗ്രന്ഥം 300-ാം ഖണ്ഡിക. ദൈവം സൃഷ്ടിക്ക് അതീതനും സൃഷ്ടികളിൽ സന്നിഹിതനുമാണ്. തൻ്റെ സർവ്വസൃഷ്ടികളേക്കാൾ അനന്തശ്രേഷ്ഠമുള്ളവനാണ് ദൈവം. അവിടുത്തെ മഹത്വം ആകാശങ്ങൾക്കുമേൽ അവിടുന്ന് സ്ഥാപിച്ചു. അവിടുത്തെ മഹത്വം അന്വേഷണാതീതമാണ്. പരമോന്നതനും സ്വതന്ത്രനുമായ സൃഷ്ടാവും അസ്തിത്വമുള്ളവയുടെ എല്ലാം പ്രഥമകാരുണ്യമെന്ന നിലയ്ക്ക് തൻ്റെ സൃഷ്ടിയുടെ എല്ലാം ആന്തരികാതങ്ങളിൽ ദൈവം സന്നിഹിതനാണ്. അവിടുന്നിലാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളിൽ ദൈവം എൻ്റെ അന്തസത്തകളെല്ലാം അസ്തിത്വത്തിനും തൻ്റെ ഔന്നത്യത്തേക്കാളും ഉന്നതനുമാകുന്നു. ദൈവം സർവ്വ സൃഷ്ടികളുടെയും സദാനകരും പരിപാലകനും. സൃഷ്ടികർമ്മം കഴിഞ്ഞ് തൻ്റെ സൃഷ്ടികളെല്ലാം അവയുടെ വഴിക്ക് തന്നെ ദൈവം കൈവിടുന്നില്ല. അവിടുന്ന് അവയെല്ലാം ഉണ്മയും അസ്തിത്വവും നൽകുക മാത്രമല്ല, ഓരോ നിമിഷവും അവയെ ഉണ്മയിൽ നിലനിർത്തുകയും പ്രവർത്തനത്തിന് അവയെ ശക്തമാക്കുകയും അവയുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അവയെ നയിക്കുകയും ചെയ്യുന്നു. സൃഷ്ടികൾക്ക് സൃഷ്ടാവിലുള്ള ഈ പരിപൂർണ ആശ്രയത്വം അംഗീകരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഉറവിടമാകുന്നു. സൃഷ്ടിക്ക് അതിൻ്റേതായ നന്മയും തന്മയും പൂർണ്ണതയുമുണ്ട്. എന്നിരുന്നാലും പരിപൂർണ അവസ്ഥയിലല്ല സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ദൈവം നിയോഗിച്ചിട്ടുള്ളതും ഇനി പ്രാപിക്കേണ്ടതുമായ ഒരു ആത്യന്തിക പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. ഈ പൂർണ്ണതയിലേക്ക് തൻ്റെ സൃഷ്ടിയെ നയിക്കുന്നതിന് ദൈവം കൈക്കൊള്ളുന്ന ക്രമസംവിധാനങ്ങളെ നാം ദൈവപരിപാലന എന്ന് വിളിക്കുന്നു. ദൈവപരിപാലനയുടെ ഔത്സുക്യം വസ്തുനിഷ്ഠവും നേരിട്ടുള്ളതുമാകുന്നു എന്നതിന് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഐക്യകണ്ഠേന സാക്ഷ്യം നൽകുന്നുണ്ട്. ഏറ്റവും നിസാര കാര്യങ്ങൾ മുതൽ ലോകത്തിലെ അതിൻ്റെ ചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങൾ വരെയുള്ള എല്ലാറ്റിൻ്റെയും ദൈവശ്രദ്ധ പതിക്കുന്നു. നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്. തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവിടുന്ന് തുറന്നു കൊടുത്താൽ പിന്നെ ആരും അടയ്ക്കുകയില്ല, അവിടുന്ന് അടച്ചാൽ ആരും തുറക്കുകയുമില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യഹൃദയത്തിൽ ആലോചനകളേറെ, നടപ്പ വരുന്നത് കർത്താവിൻ്റെ തിരുവിഷ്ടം. തൻ്റെ മക്കളുടെ നിസാര ആവശ്യങ്ങൾ പോലും ശ്രദ്ധ പതിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ പരിപാലനയ്ക്ക് ശിശുസഹജമായ ദൃഢവിശ്വാസത്തോടെ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾക്കിതവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവപരിപാലനയും ഉപഹേതുക്കളും. ദൈവമാണ് തൻ്റെ പദ്ധതിയുടെ പരമാധികാരി എന്നുവരാലും അത് നടപ്പാക്കുന്നതിന് ദൈവം തൻ്റെ സൃഷ്ടികളുടെ സഹകരണവും സ്വീകരിക്കുന്നു. ഇത് ബലഹീനതയുടെ ഒരു ലക്ഷണമല്ല, പ്രത്യുത സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും നന്മയുടെയും അടയാളമാണ്. സൃഷ്ടികൾക്ക് ദൈവം അവയുടെ അസ്തിത്വം മാത്രമല്ല നൽകിയിരിക്കുന്നത്, സ്വമേധയാ പ്രവർത്തിക്കുന്നതിനും അന്യോന്യം പ്രഭാവവുമായി വർത്തിക്കുന്നതിനും അങ്ങനെ ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിൽ സഹകരിക്കുന്നതിനുമുള്ള അന്തസ്സും സൃഷ്ടികൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്നു. ഭൂമിയെ കീഴ്പ്പെടുത്തി അതിന്മേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ഉത്തരവാദിത്വം മനുഷ്യരെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവപരിപാലനയിൽ സ്വതന്ത്രമായി പങ്കുചേരുവാൻ കഴിവ് ദൈവം അവർക്ക് നൽകുന്നു. സൃഷ്ടികർമ്മത്തെ പൂർണ്ണതയിലെത്തിക്കുവാനും സൃഷ്ടിയുടെ താളക്രമം പൂർണ്ണമാവുവാനുമായി ബുദ്ധിശക്തിയിലുള്ള സ്വതന്ത്ര കാരണങ്ങളായി വർത്തിച്ചുകൊണ്ട് തങ്ങളുടെയും സമസ്ത സൃഷ്ടങ്ങളുടെയും ശ്രേയസ്സിനായി പ്രവർത്തിക്കുവാൻ ദൈവം മനുഷ്യരെ പ്രാപ്തരാക്കുന്നു. ദൈവേഷ്ട നിർവഹണത്തിന് ബോധപൂർവമല്ലാതെ തന്നെ പലപ്പോഴും സഹകാരികളാകുന്ന മനുഷ്യർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, സഹനങ്ങൾ എന്നിവയിലൂടെ ബോധപൂർവം ദൈവിക പദ്ധതിയിൽ പ്രവേശിക്കാനും കഴിയും. മനുഷ്യർ അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവത്തിൻ്റെയും അവിടുത്തെ രാജ്യത്തിൻ്റെയും കൂട്ടുവേലക്കാരായിത്തീരുന്നു. തൻ്റെ സൃഷ്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നുവെന്ന സത്യം സൃഷ്ടാവായ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അഭേദ്യമാണ്. ഉപഹേതുക്കളിൽ കൂടിയും പ്രവർത്തിക്കുന്ന പ്രഥമഹേതുവായ ദൈവം എന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ഈ സത്യം സൃഷ്ടികളുടെ മഹത്വത്തെ കുറയ്ക്കുന്നില്ല, പ്രത്യുത അതിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്.
ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും നന്മയും നിമിത്തം ശൂന്യാവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന സൃഷ്ടി അതിൻ്റെ പ്രഭാവത്തിൽ വിച്ഛേദിക്കപ്പെടുകയാണെങ്കിൽ യാതൊന്നും ചെയ്യാൻ അതിന് സാധിക്കുകയില്ല. സൃഷ്ടാവിൻ്റെ അഭാവത്തിൽ സൃഷ്ടി ശൂന്യതയിൽ മറയുന്നു. അതിനേക്കാൾ അസാധ്യമാണ് ദൈവകൃപയുടെ സഹായമില്ലാതെ ഒരു സൃഷ്ടിക്ക് തൻ്റെ പരമാന്ത്യം പ്രാപിക്കുക എന്നത്.